കൊച്ചിയിൽ സ്പായുടെ മറവിൽ അനാശാസ്യ കേന്ദ്രം നടത്തിയ സ്ഥലത്ത് പോലീസിന്റെ റെയ്ഡ് 8 പേർ പിടിയിലായി. മോക്ഷയിലെ അനാശാസ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസിന്റെ പരിശോധന ഉണ്ടായിരിക്കുന്നത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഏറ്റവും ഒടുവിലായി നടത്തുന്ന നീക്കം? റീജിത്ത് 8 പേരെയാണ് എറണാകുളം നോർത്തിലുള്ള കലാഭവൻ റോഡിലുള്ള മോക്ഷ എന്ന സ്പാ സെന്ററിൽ നിന്ന് അനാശാസ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പായെ കുറിച്ച് നമ്മൾ വാർത്ത ചെയ്തിരുന്നു. അപ്പോൾ നമുക്കെതിരെയും പലതരത്തിലുള്ള ഭീഷണികളും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മളുടെ അടുത്ത് പെരുമാറിയ രീതി തന്നെ അങ്ങേയറ്റം മോശമായ നിലയിലായിരുന്നു. പേടിപ്പിക്കുന്ന തരത്തിൽ അവരുടെ സേവനങ്ങൾ നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു പോരുമ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം. അങ്ങേയറ്റം സംഘടിതമായിട്ടാണ് ഈ സ്പാ പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ പോലീസ് ഇത്രയും കാലമായിട്ടും ഇവരെ പിടിക്കുവാനുണ്ടായ ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള പരാതി ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാകാം ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്താൻ പോലീസ് തുനിഞ്ഞിറങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സ്പായ്ക്ക് ലൈസൻസോട് കൂടിയാണ് ഈ സ്പാ പ്രവർത്തിക്കുന്നത്. ആയുർവേദിക് സ്പായാണ്. ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്കും മറ്റും സ്പായുടെ സേവനങ്ങൾ ഉറപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന ഈ സ്പായിൽ നടക്കുന്നത് അനാശാസ്യ പ്രവർത്തനങ്ങളായിരുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ സ്പാ ഇങ്ങനെ പ്രവർത്തിക്കുന്നു. ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള തങ്ങളുടെ ലൈസൻസ് ആയിട്ടാണ് ഇവർ ദുരുപയോഗം ചെയ്യുകയായിരുന്നു സ്പായ്ക്ക് വേണ്ടിയിട്ടുള്ള ലൈസൻസ്. ഏതായാലും അതിന് ഒരു അറുതി വന്നിരിക്കുകയാണ് ശ്രീജിത്ത്. അമലി, നഗരഹൃദയത്തിൽ തന്നെ ഇങ്ങനെയൊരു സ്പാ പ്രവർത്തിച്ച് അതിന് പിന്നിൽ അതിന് അണിയറയിലൂടെ ഇങ്ങനെ ഈ പെൺവാണിഭ സംഘമൊക്കെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഇത്രയും നാൾ ഇവരുടെ പ്രവർത്തനം? പോലീസ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഒരു പരാതി ഉയർന്നു വന്ന സാഹചര്യം എന്താണ്? ആ പരാതിയുടെ ഉള്ളടക്കം എന്താണ്? റീജിത്ത്, ആ പരാതിയുടെ ഉള്ളടക്കം എന്താണ് പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഇതിനു മുൻപ് പോലീസിനോട് സംസാരിച്ചപ്പോൾ പോലീസ് പറഞ്ഞത്, നമ്മൾ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ നടപടിയെടുക്കാൻ ചില പരിമിതികളുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല. ഇവർ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന സ്പായാണ്. ഈ സ്പായിൽ നമ്മൾ ചെന്ന് പരിശോധന നടത്തുമ്പോൾ അവിടെ നടക്കുന്നത് അനാശാസ്യമല്ല, മറ്റൊരു തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ സ്പായുടെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണെന്ന് വാദിക്കുവാൻ അവർക്ക് സാധിക്കും. പക്ഷേ അത്തരത്തിലുള്ള ഒരു വാദഗതി നടത്താൻ അവർക്ക് സാധിക്കുന്ന സാഹചര്യത്തിൽ കേസ് മുന്നോട്ട് പോകുന്നതിൽ പലതരത്തിലുള്ള വെല്ലുവിളികളും ഉണ്ടാകും. അല്ല എങ്കിൽ മുൻപ് ഇത്തരത്തിൽ സ്പാകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊച്ചിയിൽ തന്നെ ഒരു റെയ്ഡ്, വ്യാപകമായ റെയ്ഡ് നടന്നിരുന്നു. ആ റെയ്ഡിൽ ഇത്തരത്തിലുള്ള ഒരു സ്പായിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയത്, റെയ്ഡ് നടത്തിയിരുന്നത്. ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു പരാതി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആ പരാതിയുടെ ഉറവിടം ഇതുവരെയും വ്യക്തമായിട്ടില്ല. അത് കോൺഫിഡൻഷ്യൽ ആയി തന്നെ വെച്ചിരിക്കുകയാണ് റീജിത്ത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.